നമ്മളിന്ന് അനലൈസ് ചെയ്യുന്നത് ബ്രൗസർ വിൻഡോനെ എങ്ങനെ ഡിഫറെൻറ്റ് പാർട്ടായിട്ട് പാർട്ടീഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പല വെബ്സൈറ്റും വിസിറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ബ്രൗസർ വിൻഡോ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഒന്നിനകത്ത് മെനു ഐക്കൺസും അല്ലെങ്കിൽ ലിങ്കുകളും, ഈ ലിങ്കിനകത്തോ മെനുവിനകത്തോ ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പം അടുത്ത ഒരു പാർട്ടീഷനകത്ത് അതിന് ഡിസ്പ്ലേ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ പല വെബ്സൈറ്റുകളിലും കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കണ്ടോ, ഈ ബ്രൗസർ വിൻഡോയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ കളറിലൊരു പാർട്ടും, ദെൻ അടുത്തതൊരു സെക്കൻഡ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് പിങ്ക് കളറിൽ, അടുത്തത് ഒരു ബ്ലൂ കളർ. സോ ഇതുപോലെ ബ്രൗസർ വിൻഡോയെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, അതിനകത്ത് എങ്ങനെ പേജസ് ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പേജസ് നമ്മൾ ഈ ബ്രൗസറിനകത്ത്, ഈ വിൻഡോയ്ക്കകത്ത് നമ്മൾ ഓരോ പാർട്ടീഷനകത്തും ഡിസ്പ്ലേ ചെയ്യാം. ഇത് എന്താ പറയുക, 3 കോളംസ് ആയിട്ടാണ്, 3 റോസ് ആയിട്ടാണ് ഇവിടെ വിൻഡോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കോളം വൈസും ബ്രൗസർ വിൻഡോയെ ഡിവൈഡ് ചെയ്യാം. ഇതിനു വേണ്ടി ഇതിനകത്ത് ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ പാർട്ടീഷൻസിനകത്ത് ഓരോ പാർട്ടിനെയും അല്ലെങ്കിൽ ഓരോ ചെറിയ ഡിവിഷനെയും നമ്മൾ പറയുന്നത് ഫ്രെയിം എന്നാണ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പം 3 ഫ്രെയിംസ് ഉണ്ട്, 3 റോ ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന് 3 ഫ്രെയിംസ് ഉണ്ട്. സോ ഈ ടോട്ടൽ ഈ കംപ്ലീറ്റ് ഫ്രെയിംസിൻ്റെ കൂട്ടത്തിനെ നമ്മൾ പറയുന്നത് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നു. ഓക്കെ, എ സെറ്റ് ഓഫ് ഫ്രെയിംസ്. ഓക്കെ, സോ ഇതിനകത്ത് 3 ഫ്രെയിംസ് ഉണ്ട്. സോ ഒന്നിൽ കൂടുതൽ ഫ്രെയിംസ് ഉണ്ടെങ്കിൽ അതിനെ പാർട്ടീഷൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഇതിനെ നമ്മൾ പറയുന്നത് ഫ്രെയിം സെറ്റ് എന്നാണ്. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ഫ്രെയിം സെറ്റ് ടാഗാണ്. ഓക്കെ, ദെൻ നമുക്കിതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ബ്രൗസർ വിൻഡോ, ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്സ് ആണ്. ദ ബ്രൗസർ വിൻഡോ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 or more sections or panes. ഈ സെക്ഷൻസിനെ നമ്മൾ പെയിൻസ് എന്നും വിളിക്കാം, കോൾഡ് ഫ്രെയിം സെറ്റ്. ഇതിനെ ടോട്ടലി പറയുന്നത് ഫ്രെയിം സെറ്റ് എന്നാണ്. ഈച്ച് സെക്ഷൻ ഈസ് കോൾഡ് ദ ഫ്രെയിം, അക്കോമഡേറ്റ്സ് ഡിഫറെൻറ്റ് HTML. ഓരോ ഫ്രെയിമും ഡിഫറെൻറ്റ് HTML പേജസിനെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കോഡിങ് ചെയ്യാം. ഓക്കെ, വി നീഡ് ഫ്രെയിം സെറ്റ് ആൻഡ് ഫ്രെയിം ടാഗ്സ് ടു ക്രിയേറ്റ് എ ഫ്രെയിം സെറ്റ് പേജ്. സോ ഇങ്ങനെ ഒരു ഫ്രെയിം സെറ്റ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കുന്നത് 2 ടാഗ്സ് ആണ്, ഫ്രെയിം സെറ്റ് ടാഗും ഫ്രെയിം ടാഗും. ഓക്കെ, ഇതിൻ്റെ 2 മെയിൻ ആട്രിബ്യൂട്ടിനെ ഞാൻ പറയാം. ഒന്ന് കോൾസ് ആണ്, ഒന്ന് ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ 2 മെയിൻ ആട്രിബ്യൂട്ട്സ്, ഒന്ന് കോൾസ് ആണ്, ഒന്ന് റോസ് ആണ്. കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളം വൈസ് ആണ് ഡിവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, വെർട്ടിക്കൽ കോളംസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുക. നേരെ മറിച്ച് നമ്മൾ ഹൊറിസോണ്ടൽ റോസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുക ഫ്രെയിം സെറ്റിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോഗ്രാം ഞാൻ റൺ ചെയ്ത് കാണിക്കാം. ഞാൻ ഇവിടെ ഒരു കോഡ് എഴുതിയിട്ടുണ്ട്, HTML കോഡ്. അതിനകത്ത് ഹെഡ് പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഹെഡ്, ടൈറ്റിൽ, ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെയായിരുന്നു. ഇവിടെ ബോഡി ഇല്ല, ബോഡിക്ക് പകരം ഞാൻ ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ഒരു ടാഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പം കണ്ടോ, നമ്മുടെ ബ്രൗസർ വിൻഡോ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കും. കണ്ടോ, ഇവിടെ ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ കോൾസിനകത്ത് ഞാൻ 3 വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്, കോമായിട്ട് കൊടുത്തിരിക്കുകയാണ്, സ്റ്റാർ, സ്റ്റാർ, സ്റ്റാർ. കാരണം ഇവിടെ ഇപ്പം നോക്കുക, ഞാൻ ഇതൊന്ന് മാറ്റുകയാണ്. ഇവിടെ ഞാൻ ഈ സ്റ്റാർ 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 ഉദ്ദേശിക്കുന്നത് 3 കോളം ആയിട്ടാണ്. എത്ര കോളം ആയിട്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അത്രയും വാല്യൂസ് ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം ഫസ്റ്റ് വാല്യൂ ഞാനൊരു 30% കൊടുത്തു, 30%.
രണ്ടാമത്തെ സ്റ്റാർ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഇത് പറഞ്ഞതിന് ശേഷം. രണ്ടാമത് ഒരു 40% കൊടുത്തു, 40%. മൂന്നാമത്തെ വിൻഡോ സൈസിന് നോക്കുക, ടോട്ടൽ വിൻഡോയുടെ സൈസ് നമ്മൾ 3ആയിട്ട് പാർട്ടീഷൻ ചെയ്യാണ്. നമുക്ക് 3 കോളമാണ് വേണ്ടത്, 3 കോളമായിട്ടാണ് പാർട്ടീഷൻ ചെയ്യേണ്ടത്. അതിനകത്ത് 30% സൈസ് കൊടുത്തു, ഒരു കോളം, ഫസ്റ്റ് കോളം. അപ്പോൾ 30% ടോട്ടൽ വിൻഡോ സൈസിൻ്റെ 30% ഫസ്റ്റ് കോളം ഒക്യുപ്പൈ ചെയ്യും. ദെൻ രണ്ടാമത്തെ കോളം 40% ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ഇനി മൂന്നാമത്തെ കോളത്തിന് ആകെ എത്രയേ ബാക്കിയുള്ളൂ? ബാക്കി വരുന്നപ്പോൾ 30 + 40 70% നമ്മൾ ഫസ്റ്റ് 2 കോളത്തിന് യൂസ് ചെയ്താൽ ലാസ്റ്റ് കോളം എത്ര സൈസാണ് ഉണ്ടാവുക? വീണ്ടും 30% സൈസേ അവിടെ ബാക്കിയുള്ളൂ. ആ 30% മൂന്നാമത്തെ കോളത്തിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി ഇതിനെ നമ്മളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം, എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന്. കണ്ടോ, ഫസ്റ്റ് കോളം 30% സൈസ്, രണ്ടാമത്തെ കോളം ഇത്തിരി കൂടെ വലുത് 40% ആണ്, മൂന്നാമത്തെ കോളം ഫസ്റ്റിലെ കോളവും ഒരേ സൈസാണ്, നമ്മൾ രണ്ടും 30% ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ 3 എത്ര പാർട്ടീഷൻസ് ആണോ നമുക്ക് വേണ്ടത് അത്രയും വാല്യൂസ് നമ്മളിവിടെ കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കണം. കോമായിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ രണ്ടായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 2 വാല്യൂസ് കൊടുത്താൽ മതി. ഓക്കെ, 30% രണ്ടാമത്തെ വാല്യൂ ഞാൻ സ്റ്റാർ എന്ന് കൊടുക്കുകയാണ്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% നമ്മൾ ഫസ്റ്റ് കോളത്തിന് വേണ്ടി യൂസ് ചെയ്താൽ ബാക്കി വരുന്ന കംപ്ലീറ്റ് പോർഷൻ, സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിമൈനിങ് പോർഷനാണ്. ഓക്കെ, അപ്പം റിമൈനിങ് പോർഷൻ രണ്ടാമത്തെ കോളത്തിന് വേണ്ടി യൂസ് ചെയ്ത്. കണ്ടോ, ഇപ്പോൾ ഇത് 2 വാല്യൂസ് ഞാൻ ഇവിടെ കൊടുത്തു, അപ്പോൾ 2 കോളമായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് കോളം occupies 30% of the window size and the second column occupies the remaining portion. ഓക്കെ, ഇനി ഫസ്റ്റ് കോളം വേണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഒഴിവാക്കിയിട്ട് ഞാനൊരു 300 പിക്സൽസ് കൊടുക്കുകയാണ്. സെക്കൻഡ് കോളം റിമൈനിങ് പോർഷനും 300 പിക്സൽ എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര പിക്സൽ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ എന്ത് ചെയ്യാം, ഒരു വേഗ് ഐഡിയ വെച്ച് ബാക്കി എത്ര ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് ഫസ്റ്റ് പോർഷൻ 30%, 72 പിക്സൽസ് ആണ് 1 ഇഞ്ച് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്ക്രീൻ സൈസിൻ്റെ 1 ഇഞ്ച് എന്ന് പറയുന്നത് 72 പിക്സൽസ് ആണ്. സോ ഇവിടെ 300 പിക്സൽസ് ഞാൻ ഫസ്റ്റ് കോളം, റിമൈനിങ് പോർഷൻ സെക്കൻഡ് കോളവും കൊടുത്തു. കണ്ടോ, ദെൻ 2 കോളമാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതിനെ ഈ കോളം മാറ്റിയിട്ട് എനിക്ക് റോ ആക്കി മാറ്റണം. റോ വൈസ് ഹൊറിസോണ്ടലി ആണ് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റിയിട്ട്, കണ്ടോ, ഞാനിവിടെ റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റോസ് ഈസ് ഈക്വൽ ടു, കോൾസിന് പകരം റോസ് ഈസ് ഈക്വൽ ടു 300 സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ പാർട്ടീഷൻ മാറിയിട്ട് റോ വൈസ് പാർട്ടീഷനായി. ഫസ്റ്റ് സ്ക്രീൻ സൈസിൻ്റെ സ്ക്രീൻ വിഡ്ത്തിൻ്റെ 30% ഫസ്റ്റ് റോയും ബാക്കി വരുന്ന റിമൈനിങ് പോർഷൻ സെക്കൻഡ് റോയുമായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് സ്ക്രീൻ പാർട്ടീഷനിങ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കോൾസ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കോളമായിട്ട് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണും. ഓക്കെ, ഞാൻ മിനിമൈസ് ചെയ്തിടുമ്പോൾ ശരിക്കും കാണണമെങ്കിൽ കോളം വൈസ് കൊടുക്കണം. സോ ഈ കോൾസ് ഞാൻ ഇവിടെ നേരത്തെ സ്റ്റാർ എന്ന് കൊടുത്തു. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ 3 പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ അതിനകത്ത് 3ഉം ഈക്വൽ സൈസായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ കൊടുത്തത്. ഇതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. 3 ഈക്വൽ പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഫ്രെയിം സെറ്റിലെ വാല്യൂസ് നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് സ്റ്റാർ കൊടുക്കുമ്പോൾ 3ഉം ഈക്വൽ സൈസായിട്ട്, അപ്പം നമ്മൾ ഈക്വൽ സൈസായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ വാല്യൂസ് കൊടുക്കണം എന്ന് നമുക്കറിയില്ല. കാരണം എങ്ങനെ കൊടുത്താലും
പിന്നെ 30% എന്ന് പറയുമ്പോൾ 90% ആവുള്ളൂ. പിന്നെ 33% കൊടുത്തു കഴിഞ്ഞാൽ 99% ഉള്ളൂ. അപ്പോൾ 100%ലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. സോ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ 3 കോളമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 സ്റ്റാർ എന്ന് പറയുന്ന വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 3 ഈക്വൽ പാർട്ടീഷൻസ് ആയിട്ട് വിൻഡോയെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ഇനി ഇതിൻ്റെ കോഡിങ്ങിലേക്ക് പോവാം. ഇപ്പം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ട് കോൾസ് അല്ലെങ്കിൽ റോസ്, അതിൻ്റെ വാല്യൂസ് നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഡിവിഷൻ നടക്കുന്നത്, പാർട്ടീഷനിങ് നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 3 ഫ്രെയിംസ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ 3 ഫ്രെയിംസ് ഉണ്ട്. ഈ 3 ഫ്രെയിംസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ടാഗ് ഈ 3 ഫ്രെയിംസിനെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഈ ഫ്രെയിം അതിനകത്ത് എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫ്രെയിമിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫ്രെയിം ടാഗ് നമ്മൾ ഫ്രെയിം സെറ്റ് ടാഗിനകത്ത് യൂസ് ചെയ്യും. സോ ഈ ഫസ്റ്റ് ഫ്രെയിം ടാഗ് റെപ്രസെൻറ്റ് ദ ഫസ്റ്റ് കോളം, സെക്കൻഡ് ഫ്രെയിം ടാഗ് റെപ്രസെൻറ്റ് ദ സെക്കൻഡ് കോളം and the third frame tag represent third column. ഇനി 4ാമതൊരു കോളം ഉണ്ടെങ്കിൽ 4ാമതൊരു ഫ്രെയിം ടാഗ് യൂസ് ചെയ്യണം. ഇനി അതല്ല 2 കോളംസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിം സെറ്റിനകത്ത് 2 ഫ്രെയിം ടാഗ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഈ ഫ്രെയിം ടാഗിൽ ഉപയോഗിച്ച് ഓരോ ഫ്രെയിമിലും ഓരോ ഡിഫറെൻറ്റ് വെബ് പേജ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ഓക്കെ, ഓരോ ഫ്രെയിമിനകത്തും ഓരോ ഡിഫറെൻറ്റ് വെബ് പേജാണ് നമ്മളിനി ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ എന്ന് പറയുന്ന ഒരു വെബ് പേജ്. ഓക്കെ, ഈ ബ്ലൂ എന്ന് പറയുന്ന വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ BG കളർ ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ദെൻ ഹലോ സ്റ്റുഡൻസ് എന്ന് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനൊന്ന് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ കണ്ടോ, ഇങ്ങനെ ഹലോ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഹലോ സ്റ്റുഡൻസ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വെബ് പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. നമുക്ക് എങ്ങനത്തെ വെബ് പേജ് വേണമെങ്കിലും നമ്മളിപ്പോഴും ഇത്രയും കാലം പഠിച്ചിട്ടുള്ള എല്ലാ ടാഗ്സും യൂസ് ചെയ്തിട്ട് എങ്ങനെയുള്ള വെബ് പേജ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഞാൻ 2ാമതൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തത് റെഡാണ്. ഈ റെഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡാണ്. red.html ആണ് വെബ് പേജിൻ്റെ പേര്. ഓക്കെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഹലോ സ്റ്റുഡൻസ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഞാൻ ഗ്രീൻ എന്ന് പറയുന്ന ഒരു വെബ് പേജ്, green.html എന്ന് പറയുന്ന ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീനാണ് ഞാൻ ഇവിടെ കളർ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഹലോ സ്റ്റുഡൻസ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് വെബ് പേജസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഒന്ന് blue.html, ഒന്ന് red.html, ഒന്ന് green.html. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ഫ്രെയിം എന്ന് പറയുന്ന 3 കോളമാക്കി ഞാൻ ഡിവൈഡ് ചെയ്തു. ഈ 3 കോളത്തിൽ നോക്കുക, ഇത് ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. ഈ 3 കോളത്തിൽ ഓരോ ഫ്രെയിമിൻ്റെയും SRC, ഫ്രെയിം ടാഗിന് SRC എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഫ്രെയിം ടാഗ്സിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് കോൾസ്, റോസ്, ഇത് രണ്ടും നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മൾ ഈ ഫ്രെയിമിന് ബോർഡർ കൊടുക്കാം. ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ബോർഡർ കളറും കൊടുക്കാം. ബോർഡർ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ദെൻ ഫ്രെയിം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് SRC, ഒന്ന് സോഴ്സ് SRC. ദെൻ SRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെബ് പേജിൻ്റെ സോഴ്സ് ഫയൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് SRC. ദെൻ സ്ക്രോളിംഗ് കൊടുക്കാം. സ്ക്രോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ലെങ്തി വെബ് പേജ് ആണെങ്കിൽ നമുക്ക് സ്ക്രോൾ ബാർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്ക്രോൾ ബാർ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ആ 2 ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ക്രോൾ ബാർ ഓട്ടോമാറ്റിക്കലി ലെങ്തി വെബ് പേജ് ആണെങ്കിൽ സ്ക്രോൾ ബാർ അവിടെ വരും. ഇനി നമുക്ക് സ്ക്രോൾ ബാർ ഒഴിവാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് യെസ് ഓർ നോ വാല്യൂസ് ആയിട്ട് നമുക്ക് കൊടുക്കാം.
ഓട്ടോമാറ്റിക്കലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അത് ലെങ്തി പേജ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ബാർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോ എന്നുള്ള വാല്യൂ ആണ്, അത് ഡിഫോൾട്ടായിട്ട് അത് കൊടുത്തോളൂ. ഓക്കെ, ഇനി നോ റീസൈസ് ആണ്. നമുക്ക് നോ റീസൈസിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വിൻഡോ വേണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കാം. അത് ഞാൻ നോ റീസൈസ് ഞാൻ അതിനകത്ത് ഡെമോൺസ്ട്രേഷൻ കാണിക്കുമ്പോൾ കാണിച്ചു തരാം. ദെൻ മാർജിൻ, നമുക്ക് ഈ വെബ് പേജിന് വേണമെങ്കിൽ മാർജിൻ കൊടുക്കാം. മാർജിൻ ഹൈറ്റ്, ടോപ്പ് മാർജിനും നമുക്ക് ലെഫ്റ്റ് മാർജിനും കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് മാർജിൻ ഹൈറ്റും മാർജിൻ വിഡ്ത്തും കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഈ ഓരോ പാർട്ടീഷനും വേണമെങ്കിൽ ഓരോ പേര് കൊടുക്കാം, നെയിം കൊടുക്കാം. ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വഴിയെ കാണും. നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് കാണാൻ പോകുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് വരാം. ദെൻ ഇവിടെ നമ്മൾ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോഴ്സ് ഫയലായിട്ട് ഫസ്റ്റ് ഫ്രെയിമിനകത്ത് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത് red.html ആണ്. രണ്ടാമത്തെ ഫ്രെയിമിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് green.html ആണ്. ദെൻ മൂന്നാമത്തെ ഫ്രെയിമിനകത്ത് blue.html ആണ്. ഈ വെബ് പേജിനെ ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഹലോ സ്റ്റുഡൻസ്, ഫസ്റ്റ് ഫ്രെയിമിനകത്ത് റെഡ് കളറിൽ വന്നു, റെഡ് പേജ്. ദെൻ രണ്ടാമത്തേനകത്ത് ഗ്രീൻ പേജ് വന്നു. ഞാൻ green.html എന്ന് പറയുന്ന ഒരു വെബ് പേജ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ വെബ് പേജിൻ്റെ അഡ്രസ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ പേര് നമ്മളിവിടെ SRC, ആ വെബ് പേജിന് SRC ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുത്തതാണ്. ഓക്കെ, അതിലേക്കുള്ള ലിങ്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ആ വെബ് പേജിനകത്തേക്കുള്ള ലിങ്ക് SRC ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. ദെൻ അങ്ങനെ 3 വെബ് പേജും 3 കോളത്തിലും നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ 4 വെബ് പേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റെഡ്, ഒന്ന് ഗ്രീന്, ഒന്ന് ബ്ലൂ എന്ന് പറയുന്ന 3 HTML പേജസും അതിൻ്റെ പുറത്ത് ഒരു വിൻഡോയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം സെറ്റ് പേജും. ഇതിന് പറയുന്നത് ഫ്രെയിം സെറ്റ് പേജ് എന്നാണ്. ഓക്കെ, ദെൻ ഈ ഫ്രെയിം സെറ്റ് പേജിനകത്ത് ഫ്രെയിം സെറ്റ് ടാഗും ഉപയോഗിക്കുന്ന പേജാണ് ഫ്രെയിം സെറ്റ് പേജ്. ഓക്കെ, ആ ഫ്രെയിം സെറ്റ് പേജിനകത്താണ് നമ്മൾ ഈ ഫ്രെയിമിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതും അതിനകത്ത് ഓരോ ഫ്രെയിമിനകത്തും ഓരോ ലിങ്കായിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പം ഒരു സെപ്പറേറ്റ് പേജ് എടുത്തിട്ട് നമ്മൾ ഒരു വിൻഡോയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ആ ഓരോ പാർട്ടീഷനും ഓരോ ഫ്രെയിമിലും ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ഡിവിഷനെ നമ്മൾ ഫ്രെയിം എന്നാണ് വിളിക്കുക. സോ ഓരോ ഫ്രെയിമിനകത്തും ഡിസ്പ്ലേ ചെയ്യേണ്ട വെബ് പേജ് നമ്മൾ സെപ്പറേറ്റ് ഡിസൈൻ ചെയ്തിട്ട് ആ വെബ് പേജിൻ്റെ അഡ്രസ്സ്, ലിങ്ക്, അതിലേക്കുള്ള ലിങ്ക് നമ്മൾ ഈ ഫ്രെയിം സെറ്റ് പേജിൻ്റെ ഫ്രെയിം ആട്രിബ്യൂട്ടിൻ്റെ ഫ്രെയിം ടാഗിൻ്റെ SRC ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിം സെറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് 3 പേജായിട്ട് ഇതിനകത്ത് റീസൈസ് എന്ന് പറയുന്നത് കണ്ടോ, നമ്മൾ ഈ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുമ്പം ഇതിൻ്റെ വിൻഡോയെ നമുക്ക് സൈസ് വേണമെങ്കിൽ ചെറുതാക്കും വലുതാക്കുകയൊക്കെ ചെയ്യാം. ഈ ഒരു ടെൻഡൻസി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റീസൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നോ റീസൈസ് കൊടുത്തു കഴിഞ്ഞാൽ യൂസേഴ്സിനെ ഇങ്ങനെ റീസൈസ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഇവിടെ നോ റീസൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ആട്രിബ്യൂട്ട് അതിനകത്ത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഈ റീസൈസിങ്ങിൽ നിന്നും ഒഴിവാക്കാം. ഓക്കെ, നമ്മൾക്കതൊന്ന് ചെയ്തു നോക്കാം. ഫ്രെയിം പേജിന് നമ്മൾ നോ റീസൈസ് ആട്രിബ്യൂട്ട് വെച്ചിട്ട് ഇതിന് റീസൈസിങ് ഒഴിവാക്കുകയാണ്. നോ റീസൈസ്. ഇനി കണ്ടോ, ഈ പേജിനെ നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതിനെ നമുക്ക് റീസൈസ് ചെയ്യാം. ഈ ഗ്രീൻ പേജിനെയും ബ്ലൂ പേജിനെയും നമുക്ക് റീസൈസ് ചെയ്യാം, പക്ഷേ
റെഡ് പേജിനെ നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ? സോ ഇതാണ് നോ റീസൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഓരോ ഫ്രെയിമിലും എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് വിൻഡോയെ പാർട്ടീഷൻ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പറയുന്നു ഫ്രെയിം സെറ്റ് എന്ന്. ഓക്കെ, സോ ഇതിൻ്റെ കോഡ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് പേജ്, ബ്ലൂ പേജ്, ഓരോ പേജ് ഞാൻ നിങ്ങളുടെ നോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പേജ്, ദെൻ അഗെയിൻ ടോട്ടൽ ഫ്രെയിം സെറ്റ് പേജ്. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വെബ് പേജ് എടുക്കുന്നു. ആ വെബ് പേജിൻ്റെ ഒരു പാർട്ടീഷനകത്ത് നമ്മൾ കുറച്ച് ലിങ്ക്സ് കൊടുക്കുന്നു. കേട്ടോ? ഇപ്പോൾ ഇവിടെ ഈ വിൻഡോയ്ക്കകത്ത് നിങ്ങൾ നോക്കുക, ഇതിനകത്ത് 2 വെബ് പേജസ് ഉണ്ട്. ഓക്കെ, ഈ 2 വെബ് പേജസ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വെബ് പേജ്, ഞാൻ ഈ കേഴ്സർ വെച്ചിരിക്കുന്ന ഈ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് ഒരു പാർട്ടീഷനകത്ത് ഒരു പേജ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ പാർട്ടീഷനകത്ത് ഒന്നും ഇല്ലതാണ്. ഓക്കെ, ഇതിനകത്ത് ഈ ഫസ്റ്റ് പാർട്ടീഷനകത്ത് കൊടുത്തിരിക്കുന്നത് 3 ലിങ്കാണ്. റെഡ് പേജ്, ബ്ലൂ പേജ്, ഗ്രീൻ പേജ് എന്ന് പറയുന്ന ബ്ലൂ കളറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന 3 ലിങ്കാണ്. ഓക്കെ, ഈ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ റെഡ് പേജ് എന്ന് പറയുന്ന ഈ ലിങ്ക് നോക്കുക, ദിസ് ഇസ് എ ലിങ്ക്. ഈ റെഡ് പേജ് എന്ന് പറയുന്ന ഈ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് റെഡ് പേജ് റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ ഫ്രെയിമിനകത്ത് ഡിസ്പ്ലേ ചെയ്യണം. സോ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് 2 ഫ്രെയിംസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രെയിമിനകത്തുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വെബ് പേജ് റൈറ്റ് സൈഡിലുള്ള ഫ്രെയിമിനകത്ത് ഡിസ്പ്ലേ ചെയ്യണം. എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നതെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി ഞാൻ main.html എന്ന് പറയുന്ന ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. main.html നമ്മൾ ഇതേവരെ കണ്ട പോലെ തന്നെ main.html ഒരു ഹെഡ് പാർട്ടും മെയിൻ ബോഡി പാർട്ടും ഉണ്ട്. ഞാൻ ഇതിനൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം, ഇതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടോ? മെയിൻ പേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ ദിസ് ഈസ് ദ മെയിൻ പേജ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് കണ്ടന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബോൾഡിൽ സെൻറ്ററിൽ ദിസ് ഈസ് ദ മെയിൻ പേജ്. ഇനി അണ്ടർലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ഓൺ എനി ഓഫ് ദ ബിലോ ലിങ്ക്സ്. അതൊരു വെറുതെ ഒരു ഹെഡിങ് എന്നുള്ള പോലെ ഞാൻ കൊടുത്തതാണ്. അണ്ടർലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ഓൺ എനി ഓഫ് ദ ബിലോ ലിങ്ക്സ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ആ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ 3 റെഡ് പേജ്, ബ്ലൂ പേജ്, ഗ്രീൻ പേജ് എന്ന് പറയുന്നത് അത് 3 ലിങ്കായിട്ട്, ലിങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. എങ്ങനെയാണ് ലിങ്ക് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടല്ലോ. ഇതിനകത്ത് ഞാൻ ഡിസ്പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നോട്ടിലേക്ക് പോകാം. നോട്ടിനകത്ത് ഇത്രയും കൂടെ വലുതാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത് വെച്ചിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്യാം, കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? ഇവിടെ 3 ലിങ്കായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. href ആങ്കർ ടാഗിനകത്ത് href ആട്രിബ്യൂട്ട് href is equal to red.html. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് red.html എന്ന് പറയുന്ന വെബ് പേജാണ്. ആ റെഡ് പേജ് ക്ലിക്ക് ചെയ്താൽ അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ടാർഗറ്റ് ഫ്രെയിം റൈറ്റ് ഫ്രെയിമിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. റൈറ്റ് ഫ്രെയിമിലാണ്. കണ്ടോ? red.html റെഡ് പേജ് എന്ന് പറയുന്ന ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്താൽ അത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലുള്ള ഫ്രെയിമിലാണ്. റൈറ്റ് ഫ്രെയിം. ഓക്കെ, റൈറ്റ് ഫ്രെയിമിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ദെൻ അവിടെ ലിങ്കായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ട വേർഡ് റെഡ് പേജ് അല്ലേ? റെഡ് പേജ് എന്നല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ലിങ്ക്. കണ്ടോ? താഴെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. താഴെ ലിങ്ക് വന്നിരിക്കുന്നത് എന്താണ്? റെഡ് പേജ് എന്നാണ് ലിങ്കായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ ആ റെഡ് പേജ് നമ്മൾ ആങ്കർ ടാഗിനകത്ത് എങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. സോ റെഡ് പേജ് എന്ന് പറയുന്ന വേർഡ് അവിടെ ലിങ്കായിട്ട് ഡിസ്പ്ലേ ചെയ്യും. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് അവിടെ നമ്മുടെ വിൻഡോയ്ക്കകത്ത്, ഔട്ട്പുട്ട് വിൻഡോയ്ക്കകത്ത് റെഡ് പേജ് എന്ന ലിങ്കായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ടാർഗറ്റ് റൈറ്റ് ഫ്രെയിമിൽ
ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ഫ്രെയിമിൽ red.html എന്ന് പറയുന്ന കണ്ടോ, റൈറ്റ് ഫ്രെയിമിൽ ടാർഗറ്റ് ഇസ് റൈറ്റ് ഫ്രെയിമിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. red.html എന്ന് പറയുന്ന വെബ് പേജാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, റെഡ് പേജാണ് ലിങ്കായിട്ട് വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റ് റെഡ് പേജാണ്. ഓക്കെ, ഈ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കൗട്ട് ആവേണ്ടത് red.html എന്ന് പറയുന്ന വെബ് പേജാണ്, കോഡാണ്. red.html എന്ന് പറയുന്ന അത് റൈറ്റ് ഫ്രെയിമിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ അങ്ങനെ 3 ലിങ്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ലിങ്ക് ബ്ലൂ പേജ് എന്ന് പറയുന്ന ലിങ്കാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ബ്ലൂ പേജ്, ആ ബ്ലൂ പേജിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ blue.html എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെബ് പേജാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതും റൈറ്റ് ഫ്രെയിമിലാണ്. ഗ്രീൻ പേജും ഡിസ്പ്ലേ ചെയ്യേണ്ടത് റൈറ്റ് ഫ്രെയിമിലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ടാഗ് നമ്മളിപ്പം വിൻഡോ ഡിവൈഡ് ചെയ്യണമല്ലോ അല്ലേ. ഇപ്പം നമ്മൾ main.html എന്ന് പറയുന്ന പേജ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് പേജ്, ബ്ലൂ പേജ്, ഗ്രീൻ പേജ്, ഈ 3 പേജും അവിടെ ഉണ്ട്. ഇപ്പം ടോട്ടൽ നമ്മൾ 4 വെബ് പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് main.html, പിന്നെ ഒന്ന് റെഡ് പേജ് അല്ലേ, red.html, blue.html, green.html. ഓക്കെ, ഇനി ഫ്രെയിം സെറ്റ് പേജാണ് ഫ്രെയിമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഫ്രെയിം സെറ്റ് പേജ്. ഓക്കെ, ഫ്രെയിം സെറ്റ് പേജിനകത്ത് ഹെഡ് ആസ് യൂഷ്വൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രെയിം സെറ്റ് പേജിനകത്ത് നമ്മൾ ബോഡി കൊടുക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രെയിം സെറ്റ് പേജിനകത്ത് ബോഡി യൂസ് ചെയ്യാറില്ല, ബോഡി കൊടുക്കാറില്ല കേട്ടോ. ഓക്കെ, ബോഡിയുടെ ആവശ്യമില്ല. ദെൻ ബോഡിക്ക് പകരം നമ്മൾ ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. ബോഡി ടാഗിന് പകരം ഇവിടെ ഫ്രെയിം സെറ്റ് ബോഡി കൊടുക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, ഫ്രെയിം സെറ്റ് കോൾസ് ഈസ് ഈക്വൽ ടു 50%, ബാക്കി വരുന്ന പോർഷൻ അനദർ പാർട്ടീഷൻ. സോ 2 പാർട്ടീഷനാണ്. നമുക്ക് വേണമെങ്കിൽ 50% എന്ന് കൊടുക്കാം. 2 വാല്യൂസും 50% എന്ന് കൊടുക്കാം. ഞാൻ ഈ 2 ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തത് കാരണം എന്താണെന്ന് ചെയ്തേ, രണ്ടും കൊടുക്കാൻ നിങ്ങൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് കോളം 50% സൈസാണ്. ദ റിമൈനിങ് പോർഷൻ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനകത്ത് 2 ഫ്രെയിംസ് ആണ്, 2 ഫ്രെയിം ടാഗാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നമ്മൾ അതിന് 2ആയിട്ടേ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളൂ. സോ ഫസ്റ്റ് പാർട്ടീഷനെ സ്പെസിഫൈ ചെയ്യാൻ ആദ്യത്തെ ഫ്രെയിമും രണ്ടാമത്തെ പാർട്ടീഷനെ സ്പെസിഫൈ ചെയ്യാൻ രണ്ടാമത്തെ ഫ്രെയിം ടാഗും യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫ്രെയിമിനെ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഫ്രെയിമിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് main.html എന്ന് പറയുന്ന പേജാണ്. അതിന് ഞാൻ നെയിം ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ലെഫ്റ്റ് ഫ്രെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നേരത്തെ കണ്ടതാണ്, ഫ്രെയിമിന് നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൂടെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. ഇവിടെ നമ്മൾ മുകളിൽ കണ്ടതാണ്. നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും കൂടെ ഫ്രെയിമിന് കണ്ടോ, മാർജിൻ, നോ റീസൈസ്, സ്ക്രോളിംഗ്, മാർജിൻ, നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അത് ഫ്രെയിമിന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനപ്പോൾ പേര് കൊടുക്കുന്നത്, നമ്മൾ ഇവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഓക്കെ, ഏത് ഫ്രെയിമിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് നമ്മൾ കാണിക്കുമ്പോൾ ആ ഫ്രെയിമിന് നമ്മൾ പേര് കൊടുക്കണം. സോ ഫസ്റ്റ് ഫ്രെയിമിന് നമ്മൾ ലെഫ്റ്റ് ഫ്രെയിം എന്ന് കൊടുത്തു, രണ്ടാമത്തെ ഫ്രെയിമിന് പേര് റൈറ്റ് ഫ്രെയിം എന്ന് കൊടുത്തു. ലെഫ്റ്റ് ഫ്രെയിം എന്ന് പറയുന്ന ഫസ്റ്റ് ഫ്രെയിമിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് src is equal to main.html ആണ്. src is equal to main.html എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ main.html എന്ന് പറയുന്ന വെബ് പേജാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. main.html നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തു വെച്ചതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു അല്ലേ. ഔട്ട്പുട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. main.html ഔട്ട്പുട്ട് ഞാൻ നേരത്തെ റൺ ചെയ്ത് കാണിച്ചതാണ്. ഇതുപോലെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. സോ ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മെയിൻ വെബ് പേജ് നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ വെബ് പേജാണ് നമ്മളിവിടെ സോഴ്സായിട്ട് കൊടുക്കുന്നത്. അത് ഡിസ്പ്ലേ ചെയ്യുന്നത് ലെഫ്റ്റ് ഫ്രെയിമിലാണ്. സോ ലെഫ്റ്റ് ഫ്രെയിമിൽ main.html എന്ന് പറയുന്ന ഈ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യും. ഇതിനകത്ത് ഞാൻ ഔട്ട്പുട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പം
എന്ന് പറയുന്ന പേരിൽ main.html എന്ന് പറയുന്ന വെബ് പേജ് ഫസ്റ്റ് ഫ്രെയിമിൽ ഫസ്റ്റ് ഫ്രെയിമിന് നമ്മൾ ലെഫ്റ്റ് ഫ്രെയിം എന്ന പേര് കൊടുത്തു. ആ ഫ്രെയിമിൽ ഡിസ്പ്ലേ ചെയ്യും. ഇനി റൈറ്റ് ഫ്രെയിമിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? അത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല. റൈറ്റ് ഫ്രെയിമിൽ നെയിം ഈസ് ഈക്വൽ ടു റൈറ്റ് ഫ്രെയിം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഈ വെബ് പേജിനകത്ത് മെയിൻ എന്ന് പറയുന്ന വെബ് പേജിനകത്ത് നിന്നാണ് റൈറ്റ് ഫ്രെയിമിലുള്ള ഡിസ്പ്ലേ വരുന്നത്. കണ്ടോ, ഇവിടെ ഫസ്റ്റ് ലെഫ്റ്റ് ഫ്രെയിമിലുള്ള main.html ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനകത്തുള്ള റെഡ് പേജ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ് പേജ് ഡിസ്പ്ലേ ചെയ്യും. ബ്ലൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ പേജ് ഡിസ്പ്ലേ ചെയ്യും. ഗ്രീൻ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ പേജ് ഡിസ്പ്ലേ ചെയ്യും അല്ലേ? സോ ഇതിനകത്ത് ഇവിടെ താഴെയുള്ള ഈ പിക്ചറിനകത്ത് ഗ്രീൻ പേജ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഗ്രീൻ പേജ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിനകത്തൊരു കോഡ് എഴുതിയിട്ടുണ്ട്. ഈ ടാർഗറ്റ് ഫ്രെയിം എന്ന് പറയുന്ന ഈ പേജിനെ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഔട്ട്പുട്ട് വിൻഡോയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ആ പിക്ചറിനകത്ത് കൊടുത്ത പോലെ തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിനകത്ത് തൊടുമ്പോൾ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ആ ലിങ്ക് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ മെയിനകത്ത് 3 ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെയിൻ എന്ന് പറയുന്ന പേജാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് ഫ്രെയിമിനകത്ത്. അതിനകത്ത് റെഡ് പേജിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ റെഡ് പേജ് തെളിഞ്ഞു. ബ്ലൂ പേജിനകത്ത് റൈറ്റ് സൈഡിൽ ബ്ലൂ പേജ് തെളിഞ്ഞു. ഗ്രീൻ പേജ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഗ്രീൻ പേജ് തെളിഞ്ഞു. ഓക്കെ, അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു വിൻഡോയെ ഒരു ഫ്രെയിമിനെ ടാർഗറ്റ് ചെയ്തിട്ട് ആ ഫ്രെയിമിനകത്ത് നമുക്ക് ആവശ്യമുള്ള വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ടാർഗറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വിൻഡോയെ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു. ഓരോ വിൻഡോയിലും ആവശ്യമുള്ള പേജസ് ഡിസ്പ്ലേ ചെയ്യാൻ പഠിച്ചു. ഇനി ഒരു പേജിനകത്ത് ലിങ്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ഡിസ്പ്ലേ അടുത്ത പേജിൽ വേറെ നമുക്ക് ഇഷ്ടമുള്ള അടുത്ത ഫ്രെയിമിനകത്ത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിമാണ്. നെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 കോളമായിട്ടാണ് നോക്കുക. ഫസ്റ്റ് ഫ്രെയിം ഹിയർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിച്ച് 2 കോളമായിട്ട് 70-30 എന്ന് പറയുന്ന 2 കോളമായിട്ട് 70% ആണ് ഇവിടെ കേട്ടോ. ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് 70% 30% എന്ന് പറയുന്ന 2 കോളമായിട്ട് നമ്മൾ ഫ്രെയിം സെറ്റിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, 70% 30%. സോ 2 കോളമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി അതിനകത്ത് 2 ഫ്രെയിം ഉണ്ട് അല്ലേ? സോ ഈ 2 ഫ്രെയിമിനെയും നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഫ്രെയിം ആസ് യൂഷ്വൽ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ അതിനകത്ത് ഫസ്റ്റ് ഫ്രെയിം src is equal to sample frame.html. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ഫ്രെയിം സെറ്റ് കോൾസ് രണ്ടാമത്തെ കോളം അല്ലേ? രണ്ടാമത്തെ കോളം അല്ല, റോ വൈസ് ആണ് ഡിവൈഡ് ചെയ്തത്. രണ്ടാമത്തെ ഫ്രെയിമിനെ നമ്മൾ ഇവിടെ ശരിക്കും ഈ ഫ്രെയിം സെറ്റിന് പകരം നമ്മളൊരു ഫ്രെയിം ടാഗാണ് യൂസ് ചെയ്തത് ഇതുവരെ. പക്ഷെ ഇവിടെ രണ്ടാമത്തെ ഫ്രെയിമിനെ ഒരു ഫ്രെയിം സെറ്റ് ടാഗ് കൊണ്ടാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആ ഫ്രെയിം സെറ്റ് ടാഗിനകത്ത് 2 ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതും കോളം വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം 2 റോ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് റോയ്ക്കകത്ത് നമ്മൾ സംതിങ് ഡിസ്പ്ലേ ചെയ്തു. sample.html എന്ന് പറയുന്ന ഒരു പേജ് ഡിസ്പ്ലേ ചെയ്തു. രണ്ടാമത്തെ കോളത്തിനെ നമ്മൾ ഒരു ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിച്ച് വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. കണ്ടോ, കോളം വൈസ് വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ പാർട്ടീഷനെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും 2 പാർട്ടീഷൻ ഉണ്ട്. അത് ഫസ്റ്റ് പാർട്ടീഷൻ ഒരു ഫ്രെയിം ടാഗ് യൂസ് ചെയ്തു. രണ്ടാമത്തെ പാർട്ടീഷന് വേണ്ടിയിട്ട് അനദർ ഫ്രെയിം ടാഗും നമ്മൾ യൂസ് ചെയ്തു. സോ ഇവിടെ ടോട്ടൽ 3 ഫ്രെയിം ടാഗാണ്
ഫസ്റ്റ് ഫ്രെയിം ടാഗ് ആദ്യത്തെ റോ, രണ്ടാമത്തെ റോയ്ക്ക് പകരം നമ്മൾ റോയ്ക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മളൊരു ഫ്രെയിം സെറ്റ് യൂസ് ചെയ്തു. ആ ഫ്രെയിം സെറ്റിനെ ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ചാൽ അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു ഫ്രെയിം സെറ്റിന് ഉള്ളിൽ വേറൊരു ഫ്രെയിം സെറ്റ് ടാഗ് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ മെയിൻ ഫ്രെയിം സെറ്റ് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു അല്ലേ, മെയിൻ ഫ്രെയിം സെറ്റ് ടാഗ്. ഇതിനുള്ളിലുള്ള ഫസ്റ്റ് ഫ്രെയിം രണ്ടാമത്തെ ഫ്രെയിമിന് നമ്മൾ വീണ്ടും ഒരു ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ഫ്രെയിം സെറ്റ് ടാഗിനുള്ളിൽ നമ്മൾ വീണ്ടും അനദർ ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫ്രെയിം സെറ്റ് നെസ്റ്റിംഗ് നമുക്ക് നേരത്തെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. നമ്മൾ C++ൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇഫിനുള്ളിൽ വേറൊരു ഇഫിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നു. ഒരു ലൂപ്പിനുള്ളിൽ വേറൊരു ലൂപ്പിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നു അല്ലേ. സോ ഇങ്ങനെ ഒരു സ്വിച്ചിനുള്ളിൽ വേറൊരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനെ നെസ്റ്റഡ് സ്വിച്ച് എന്ന് പറയുന്നു. സോ ഇങ്ങനെ നമുക്ക് ഫ്രെയിം സെറ്റിനും ഇതുപോലെ നെസ്റ്റ് ചെയ്യാം. ഒരു ഫ്രെയിം സെറ്റിനുള്ളിൽ വേറൊരു ഫ്രെയിം സെറ്റിനെ ഇൻസേർട്ട് ചെയ്യാം. സോ ദിസ് ഈസ് കോൾഡ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമിനെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും വീണ്ടും ഓരോ ഫ്രെയിമും നമുക്ക് സെപ്പറേറ്റ് വേറൊരു പേജായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനിതിനൊന്ന് കോഡ് ചെയ്ത് കാണിക്കാം, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മൾ പേര് കൊടുക്കുമ്പോൾ നെസ്റ്റഡ് ഫ്രെയിം ഡോട്ട് HTML എന്ന് പറയുന്ന പേര്, ഡോട്ട് വന്നിട്ടില്ല, ഡോട്ട് HTML എന്ന് പറയുന്ന പേര് കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ ടാഗ്സ് എല്ലാം ക്ലിയർ ആയതിന്. സോ ഇവിടെ നമ്മൾ ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാം. ഇവിടെ HTML ഹെഡ് നമ്മൾ ഫ്രെയിം സെറ്റ് റോ വൈസ് ആയിട്ട് 50% സ്റ്റാർ, അത് 50% ഇങ്ങനെയുള്ള രണ്ട് 50% സൈസുള്ള രണ്ട് ഫ്രെയിമായിട്ട് ഞാനിതിനെ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഫ്രെയിമിനകത്ത് SRC red.html ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഫ്രെയിമിനകത്ത് ഞാനൊന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, അതിന് നമുക്ക് വെറുതെ ഇടാം. ഓക്കെ, സെക്കൻഡ് ഫ്രെയിമിനകത്ത് ഞാനൊന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെറുതെ വിടുന്നു. അങ്ങനെ രണ്ട് പാർട്ടീഷൻ. ഇനി രണ്ടാമത്തെ പാർട്ടീഷന് ഫസ്റ്റ് ഫ്രെയിം സെക്കൻഡ് ഫ്രെയിം അല്ലേ, രണ്ട് ഫ്രെയിം അതിനകത്തുണ്ട്. ഫസ്റ്റ് ഫ്രെയിമിനകത്ത് red.html ഉണ്ട്, സെക്കൻഡ് ഫ്രെയിം അതിനകത്തൊന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഈ സെക്കൻഡ് ഫ്രെയിമിനെ ഞാൻ വീണ്ടും സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. അതിന് വീണ്ടും ഒരു ഫ്രെയിം സെറ്റ് ടാഗ് ഞാൻ യൂസ് ചെയ്യുന്നു. ഫ്രെയിം സെറ്റ് ടാഗ് കോളം വൈസ് കോൾസ് ഈസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം, 50% അല്ലെങ്കിൽ സ്റ്റാർ ഇട്ട് കൊടുക്കാം. സ്റ്റാർ കോമ സ്റ്റാർ. ഓക്കെ, രണ്ട് സ്റ്റാർ. ദെൻ ഇനി അതിനകത്ത് നമ്മൾ രണ്ട് ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലേ, അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ രണ്ട് ഫ്രെയിം സെറ്റ് ടാഗ് ഫ്രെയിം ടാഗ് യൂസ് ചെയ്യണം. ഇപ്പോൾ രണ്ടാമത്തെ കോളത്തിനെ കണ്ടോ, ഇവിടെ ഫസ്റ്റ് കോളം നമ്മൾ
ഫ്രെയിം ടാഗ് യൂസ് ചെയ്തു. രണ്ടാമത്തെ കോളം വീണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്തു. ഇനി അതിനകത്ത് രണ്ടായിട്ടാണ് കോളം സ്റ്റാർ അല്ലേ, ഇവിടെ 2 സ്റ്റാർ വാല്യൂസ് ഉണ്ട്. സോ അതിന് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ 2 പാർട്ടീഷന് നമ്മൾ ഒരു ഫ്രെയിം ടാഗ് യൂസ് ചെയ്യണം. ഫ്രെയിം ടാഗ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് പിന്നീട് ചെയ്യാം. ഫ്രെയിം ടാഗ് കണ്ടോ, രണ്ടിനും ഓരോ ഫ്രെയിം ടാഗ് യൂസ് ചെയ്തു. അപ്പോൾ അതെന്താ സംഭവിക്കുക കണ്ടോ, സെക്കൻഡ് റോ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഹൊറിസോണ്ടൽ പാർട്ടീഷനെ വീണ്ടും 2 വെർട്ടിക്കൽ പാർട്ടീഷനായിട്ട് 2 കോളമായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഫസ്റ്റ് പാർട്ടീഷനകത്ത് നമുക്ക് വേണമെങ്കിൽ SRC സോഴ്സ് SRC ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന blue.html ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ബ്ലൂ വന്നു. ഇനിയോ അടുത്തതിനകത്ത് നമുക്ക് ഓക്കെ, ഇനി അടുത്തതിനകത്ത് രണ്ടാമത്തെ ഫ്രെയിമിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, SRC ഈക്വൽ ടു green.html ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ഇനി എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഫ്രെയിമിനകത്ത് red.html ഡിസ്പ്ലേ ചെയ്തു. രണ്ടാമത്തെ ഫ്രെയിമിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തു. അതിനകത്ത് ഫസ്റ്റ് ഫ്രെയിമിനകത്ത് blue.html ഡിസ്പ്ലേ ചെയ്തു, രണ്ടാമത്തേൽ green.html. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രെയിം സെറ്റ് പേജിനെ നമ്മൾ എന്ത് ചെയ്തു, നെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നോ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ടാഗിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ചിലപ്പോൾ ഫ്രെയിം സെറ്റ് ടാഗിനെ ചിലപ്പോൾ നമ്മുടെ ചില സമയത്ത് നമ്മുടെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ ഓൾട്ട് ഇമേജിൻ്റെ IMG ടാഗിൻ്റെ കൂടെ ഓൾട്ട് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ പിന്നെ എന്താ പറയുക, എംബഡ് ടാഗിൻ്റെ കൂടെ നോ എംബഡ് എന്ന് പറയുന്നൊരു ടാഗ് യൂസ് ചെയ്തു. അതേപോലെ നോ എംബഡ് ടാഗിന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നോ എംബഡ് ഉപയോഗിച്ച് നമുക്ക് അവിടെ ഓൾട്ടർനേറ്റീവ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രെയിം ടാഗിന് ഫ്രെയിം സെറ്റ് ടാഗിന് നമ്മുടെ ബ്രൗസർ വിൻഡോ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പകരമായിട്ട് അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോ ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഫ്രെയിം സെറ്റ് ടാഗിന് ബോഡി സെക്ഷൻ ആവശ്യമില്ല. ഓക്കെ, സോ ഇത്രയുമാണ് ഒരു ഫ്രെയിം സെറ്റ് ടാഗിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ബ്രൗസർ വിൻഡോനെ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ എന്താണെന്ന് നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രെയിം സെറ്റ് ടാഗും ഓരോ പാർട്ടീഷനും ഓരോ ഫ്രെയിം ടാഗും യൂസ് ചെയ്യണമെന്ന് കണ്ടു. നമ്മൾ ഡിഫറെൻറ്റ് വെബ് പേജസ് ഡിസൈൻ ചെയ്തു. ഫ്രെയിം സെറ്റ് ടാഗ് നമ്മൾ ഡിസൈൻ ചെയ്തു. ഓരോ ഫ്രെയിമിനകത്തും ഓരോ ടൈപ്പ് ഓഫ് വെബ് പേജസ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ടാർഗറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു കോൺസെപ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ടാർഗറ്റിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വെബ് പേജിനെ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ടാർഗറ്റ് നമുക്ക് ആ ഡിസ്പ്ലേ ചെയ്യുന്ന ടാർഗറ്റ് നമുക്ക് ഈ ഫ്രെയിം സെറ്റിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രെയിമിനെ ടാർഗറ്റ് ചെയ്യാം. ആ ടാർഗറ്റ് ചെയ്ത ഫ്രെയിമിനകത്ത് നമുക്ക് തോന്നിയ വെബ് പേജ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള വെബ് പേജ്. ഓക്കെ, സോ ഇതിനെയാണ് ടാർഗറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. നെസ്റ്റഡ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, സോ ഇതാണ് ക്രിയേഷൻ ഓഫ് എ ഫ്രെയിം സെറ്റ്.